ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ റമദാൻ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കാണ് കണ്ണപ്പം. ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ സ്നാക്കാണ്. കണ്ണൂർ സൈഡിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഈ കണ്ണപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ബിരിയാണി റൈസ്, നമ്മളെ ജീരകശാല അരിയില്ലേ അതെടുത്തിന്. അതൊന്ന് നല്ലോണം കഴുകി എടുത്തിട്ട് വരാം. നല്ലോണം കഴുകിയതിന് ശേഷം അതിലേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊരു 2-3 മണിക്കൂർ സോക്ക് ചെയ്താൽ മതിയാവും. അങ്ങനെ ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിതാ അരിയിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുട്ടയും പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടൊന്നും വേണ്ടത്, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇനി ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മളെ ബാറ്റർ അധികം കട്ടിയാവാൻ പാടില്ല, ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. നമുക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ബാറ്റർ ഒന്ന് 1/2 മണിക്കൂർ മൂടി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിതാ കുറച്ച് ഓയിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് എടുത്തിന്. ആ ഓയിൽ തന്നെ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 വലിയ ഉള്ളിയാണ് എടുത്തിന്. നിങ്ങളെടുക്കുന്ന ഉള്ളി മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ആയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്ത്, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇല്ലെങ്കിൽ പ്രോൺസ് എടുക്കുക, ബീഫ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, എന്തായാലും നല്ല ടേസ്റ്റാണ്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മളെ ഫില്ലിങ് റെഡിയായി. അടുത്തായിട്ട് ഞാനിതാ ഒരു ആവിച്ചമ്പ് വെച്ചിന്, അടച്ചമ്പില്ല അത്, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി അതൊരു തിളക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിക്കണ്ട, കുറച്ച് 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലിങ് അതിൻ്റെ മുകളിലൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇടുമ്പം അധികം പ്രസ് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇഡ്ഡലി തട്ടൊന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്യുക നമ്മൾ ബാറ്റർ വയ്ക്കുന്നതിന് മുന്നേ. ഇനി ഈ ചെമ്പ് മൂടി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇത് നല്ലോണം കുക്കാവും. ഇതാ ഞാനൊരു 10 മിനിറ്റിന് ശേഷം അത് മൂടി തുറന്ന് നോക്കിയപ്പം എല്ലാം കുക്കായി വന്നിന്. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റമദാൻ മാസം നിങ്ങളെന്തായാലും ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എപ്പോഴും ഓയിലിൽ ഫ്രൈ ചെയ്ത സ്നാക്സിലെ കൂടുതലും ഉണ്ടാക്കൽ ഇഫ്താറിൻ്റെ ടൈമിൽ. ഓയിലിൽ ഫ്രൈ ചെയ്ത സ്നാക്സ് എല്ലാം കഴിച്ച് മടുത്തവർക്കാണെങ്കിൽ
ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിലധികം ഓയിലില്ല, നല്ല ഹെൽത്തി സ്നാക്കല്ലേ, വേഗം വയറും ഫില്ലാവും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇൻഷാ അല്ലാ, ബൈ.